2024 ജൂലൈ 1 സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ സെന്റ് തോമസ് മൗണ്ടിൽ സഭാവിരുദ്ധരെ വിളിച്ചു വരുത്തി ഏകീകൃത കുർബാനയെ അട്ടിമറിക്കാൻ മാർപ്പാപ്പ നൽകിയ ജൂൺ 9 സർക്കുലറിൽ വെള്ളം ചേർത്ത് സമവായം എന്ന ഓമന പേരിട്ട് സിനഡ് അറിയാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാമക്കളെ ചതിച്ചത് മാർ പാംപ്ലാനിയാണ്. പിന്നീട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രോപൊലിത്തൻ വികാരിയായി വീണ്ടും അവതരിച്ച് വിമതന്മാർക്ക് വേണ്ടി തറ പരിപാടിയുമായി രംഗത്ത് വന്നു. പ്രസാദഗിരി പള്ളിയിൽ വയോധികനായ ജോൺ തോട്ടപ്പുറം അച്ഛനെ യാതൊരു സുരക്ഷയും ഒരുക്കാതെ രക്തസാക്ഷിയാക്കാൻ പറഞ്ഞു വിട്ടു. അവിടെ ആക്രമണം നടത്താൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ജെറിൻ പാലത്തിങ്കൽ എന്ന ക്രിമിനലിനെ സഭയിൽ നിന്നും പുറത്താക്കാതെ സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ സഭാമക്കളെ വഞ്ചിച്ച് വിമതന്മാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നു. ഒരു അൽമായ സംഘടനയെ ഉപയോഗിച്ച് തന്റെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കുട പിടിക്കാൻ കാണിക്കുന്ന വൃത്തികെട്ട നാടകങ്ങൾ വിശ്വാസികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. തട്ടിലിനും പാംപ്ലാനിക്കും വേണ്ടത് സഭയും സഭ മക്കളെയുമല്ല, അവർക്ക് വേണ്ടത് സഭയുടെ അളവറ്റ സ്വത്തുക്കളും സുഖലോലുപതിയിലുള്ള ജീവിതവുമാണ്. അൽമായരുടെ സംഘടിത ശക്തിയെ വളർത്താതിരിക്കാൻ പുതിയ അടവുമായി രംഗത്തിറങ്ങിയ മെത്രാന്മാരെ തിരിച്ചറിയുക തന്നെ വേണം. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വരും നാളുകളിൽ കൂടുതൽ ശക്തമായ ഇടപെടലുകൾ വിശ്വാസികളുടെ കൂട്ടായ്മ നടത്തണം. നീതി ഒരു മനുഷ്യനും ലഭിക്കേണ്ട ഔദാര്യമല്ല, അത് അവകാശമാണ്. നീതി സാധ്യമാക്കി കൊടുക്കേണ്ടവർ മച്ചിട്ട ഭവനങ്ങളിൽ സുഖനിദ്രയിലാകുമ്പോൾ വിശ്വാസികളുടെ മുറവിളി കേൾക്കില്ല. എന്നാലും ആ നീതി സഭയിലെ വിശ്വാസികൾ നേടിയെടുക്കും, നേടിക്കൊടുക്കും. സഭയോടൊപ്പം നിന്നതിന്റെ പേരിൽ, ക്രിസ്തുവിനൊപ്പം നിലകൊണ്ടതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നത് മെത്രാനാണെങ്കിലും വൈദികനാണെങ്കിലും വിശ്വാസിയാണെങ്കിലും ശരി, മുഴുവൻ വിശ്വാസികളും അവരോടൊപ്പം നിൽക്കും, അവർക്ക് വേണ്ടി ശബ്ദമുയർത്തും. പരിശുദ്ധമായ അൾത്താരയിൽ കുർബാന മധ്യേ പീഡിപ്പിക്കപ്പെട്ട, ചവിട്ടി മെതിക്കപ്പെട്ട പുരോഹിതൻ ജോൺ തോട്ടപ്പുറം അച്ഛനെ ആക്രമിച്ചവർക്കെതിരെ നടപടികൾ എടുക്കാനും അവരെ അറസ്റ്റ് ചെയ്യാനും സഭയിൽ നിന്ന് പുറത്താക്കാനും വേണ്ടി സഭയിലെ വിശ്വാസികൾ മറ്റു വിശ്വാസ കൂട്ടായ്മകളെയും സഭാത്മക സംഘടനകളെയും ഒന്നിച്ച് അണിനിരത്തി കൈകോർക്കണം. വൈദിക ഗുണ്ടകളും അൽമായ ഗുണ്ടകളും ഇനി പടിക്ക് പുറത്തായിരിക്കണം.